ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ചിന്തയ്ക്കായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. സൂമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ശാന്തമായി നമുക്ക് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ചേർന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരത്തെ കുറിച്ച് ഏതാണ്ട് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും ആ സമാഗമന കൂടാരത്തോടുള്ളതായ ബന്ധത്തിൽ ചിന്തിക്കുവാനുള്ളത്, സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യഹോവയായ ദൈവം വേർതിരിച്ചതായ പുരോഹിതനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മഹാപുരോഹിതനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ നമ്മൾ നോക്കുമ്പോൾ പുരോഹിത ഗോത്രത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലേവി ഗോത്രത്തെയാണ് യഹോവയായ ദൈവം പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. അത് പെട്ടെന്നുണ്ടായതായ ഒരു പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ തിരുവചനം നമ്മോട് പറയുന്നത് അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ അല്ല. അത് വളരെ മുമ്പ് തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചതായ ഒരു പ്രത്യേക ശുശ്രൂഷാ വൃന്ദത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് ആദ്യം നമുക്ക് പുരോഹിതനെ കുറിച്ച്, യഹോവയായ ദൈവത്തിന്റെ പുരോഹിതനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ആരാണെന്ന് ചോദിച്ചാൽ അബ്രഹാം ലോത്തിനെ സഹായിക്കേണ്ടതിന് വേണ്ടി സോതോമിൽ താമസിച്ചിരുന്ന ലോത്തിനെ രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ തന്റെ സഹോദരനെ വിടുവിച്ചു കൊണ്ടുവരാനായിട്ട് അബ്രഹാം തന്റെ ഭവനത്തിലുള്ളതായ അഭ്യാസം തികഞ്ഞ ആൾക്കാരുമായിട്ട് രാജാക്കന്മാരെ എതിരിടുവാനായിട്ട് കിടന്നു. രാജാക്കന്മാരെ നിഗ്രഹിച്ച് അല്ലെങ്കിൽ തോൽപ്പിച്ച് ലോത്തിന്റെ സകലത്തെയും അബ്രഹാം എന്ത് ചെയ്തു? മടക്കി കൊണ്ടുവന്നു. അങ്ങനെ വിജയശ്രീലാളിതനായിട്ട് വരുന്ന അബ്രഹാമിനെ നമ്മൾ വായിക്കുന്നത് ശാലേം രാജാവായ മെൽക്കിസദേക്ക്, ദൈവത്തിന്റെ പുരോഹിതനും ശാലേം രാജാവുമായ മെൽക്കിസദേക്ക് എതിരേറ്റ് വന്നു എന്നാണ് നാം വായിക്കുന്നത്. ഈ മെൽക്കിസദേക്കിനെ കുറിച്ച് 2 പരാമർശങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ പുരോഹിതനാണ്. 2, ശാലേം രാജാവ്. ഈ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന പുരോഹിതനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ 3 ഇടങ്ങളിൽ പരാമർശങ്ങളെ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിന്റെ ചരിത്ര പുസ്തകമായ ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം, പഴയ നിയമത്തിലെ തോറ എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ളതായ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് മെൽക്കിസദേക്കിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി മുമ്പോട്ട് വരുമ്പോ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരുമ്പോ 104-ാം സങ്കീർത്തനത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഇസ്രായേൽ ജനത്തിലെ ലേവി ഗോത്രത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ യഹോവയായ ദൈവം തന്റെ ജനത്തിന്റെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുവാനുള്ള ആ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിൽ അഭിഷേകം ചെയ്യപ്പെടുന്ന 3 ശുശ്രൂഷകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞു പോകാം. 1, അഭിഷേകം ചെയ്യപ്പെടുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഒരുവനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ
പ്രത്യേക രീതിയിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യുന്നതിനുള്ളതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറിൻ പ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് രാജാവിനെ അഭിഷേകം വേർതിരിക്കുമ്പോ രാജാവാകുവാനായിട്ട് പോകുന്നതായ വ്യക്തിയെ തൈലക്കൊമ്പെടുത്ത് തൈലം തന്റെ ശിരസിന്മേൽ ഒഴിച്ച് രാജാവായി അഭിഷേകം ചെയ്യണം എന്നുള്ളതായ ആ ഒരു പ്രമാണം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ അഭിഷേകം എന്ന് പറയുന്നത് പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കപ്പെടുന്ന വ്യക്തികളെ അഭിഷേകം ചെയ്ത് വേർതിരിക്കും. അപ്പോ പുരോഹിതനായും രാജാവായും പ്രവാചകനായും ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എന്താണ് പഴയ നിയമത്തിൽ പുരോഹിത, പ്രത്യേകിച്ച് ഇസ്രയേലുമായിട്ടുള്ളതായ ബന്ധത്തിൽ പുരോഹിത വർഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നത് ലേവി ഗോത്രത്തെ പുരോഹിത ഗോത്രമായി തിരിച്ചു എന്ന. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഇസ്രയേലിനെ തന്റെ ജനമായിട്ട് വേർതിരിക്കുമ്പോൾ, ഇതൊരു പക്ഷെ നമ്മള് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലാത്തതായ കാര്യമായിരിക്കാം, അത് ഇപ്പോ അത് ശ്രദ്ധയോടെ കേൾക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് ദൈവം തന്റെ ജനമായി വേർതിരിച്ച് കൊണ്ടുവരുമ്പോ ലേവി ഗോത്രത്തെ അവിടെ പുരോഹിത വർഗമായിട്ട് അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു എന്ന് കാണുന്നില്ല. പകരം ഇസ്രയേൽ എന്റെ ആദ്യജാതനാണ്, എന്നെ സേവിക്കേണ്ടതിനു വേണ്ടി ഞാൻ എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുകയാണ് എന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. ഇസ്രയേലിന്റെ ആദ്യജാതൻ എന്ന് പറയുമ്പോ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളും ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെയും ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടാണ് വേർതിരിച്ചത്. അതാണ് ദൈവത്തിന്റെ ആദ്യത്തെ പ്ലാൻ. അങ്ങനായിരുന്നു ഇസ്രയേലിനെ കുറിച്ച്. എന്താണ് പുരോഹിതന്റെ ധർമ്മം? എന്താണ് പുരോഹിതന്റെ ധർമ്മം എന്ന് പറയുന്നത്? സാധാരണ ജനത്തെ ദൈവത്തോട് നിരപ്പിക്കുന്നതായ ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഈ ശുശ്രൂഷയെ കുറിച്ച് വളരെ വ്യക്തമായി നാം പഠിച്ചിരിക്കണം. കാരണം നാം എല്ലാവരും പുതിയ നിയമ വിശ്വാസികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ എന്ന ലേബലിൽ അല്ല ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നാം നമ്മെ തന്നെ കുറച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മെ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു ലേബലാണ് ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നമ്മെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ദൈവം തന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മെ എന്തിനാണ് കർത്താവ് വിളിച്ചത്? എന്തിനാണ് വേർതിരിച്ചത്? എന്തിനാണ് അഭിഷേകം ചെയ്തത് എന്ന് ചോദിച്ചാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് രാജകീയ പുരോഹിത വർഗമാണ്. അവിടെ ഇന്ന രാജ്യത്തുള്ളവര് പുരോഹിതരാണെന്ന്, അല്ലെങ്കിൽ ഇന്ന വർണ്ണത്തിലുള്ളവര് പുരോഹിതന്മാരാണെന്ന്, ഇന്ന പ്രായത്തിലുള്ളവർ പുരോഹിതന്മാരാണെന്നോ, ഇന്ന ലിംഗത്തിലുള്ളവർ പുരോഹിതന്മാരാണെന്നോ പറഞ്ഞിട്ടില്ല. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, പാപത്തിൽ നിന്ന് ദൈവിക പ്രകാശത്തിലേക്ക് ദൈവ വിളി കേട്ട് വരുന്നതായ എല്ലാവരും ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്ത ജനമാണ്. അപ്പോ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്നുള്ളതായ പേരിൽ ഒതുങ്ങി നിൽക്കുകയല്ല. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തെല്ലാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതും കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോ നമ്മുടെ പുതിയ നിയമസഭയിൽ
ശുശ്രൂഷയുള്ളതായ ബന്ധത്തിൽ, ദൈവം നമ്മെ വേർതിരിച്ചതിനോടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഈ പുരോഹിതനെ കുറിച്ച് പറയുവാൻ ഞാൻ അല്പസമയം എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്രയേലിനെ മൊത്തമായി 12 ഗോത്രങ്ങളെയും യഹോവയായ ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് വേർതിരിച്ചത്. അതിൽ രൂബേൻ ഗോത്രമെന്നില്ല, ലേവി ഗോത്രമെന്നില്ല, യഹൂദ ഗോത്രമെന്നില്ല, ബെഞ്ചമിൻ ഗോത്രമെന്നില്ല. ഒരു വേർതിരിവുമില്ലാതെ ഈ 12 ഗോത്രങ്ങളെയും ഒരേ കാറ്റഗറിയിൽ പെടുത്തിയ ദൈവം തന്റെ ജനമാക്കി തീർത്തത് എന്തിനു വേണ്ടിയാണ്? ഇസ്രയേൽ എന്ന് പറയുന്നതായ തന്റെ സ്വന്തം ജനത്തിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിതര അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന മറ്റുള്ളതായ ജാതീയ സമൂഹത്തെ മുഴുവനും ദൈവത്തോട് നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഇസ്രയേലിനെ ദൈവം വേർതിരിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ പൗരോഹിത്യ ജനമായിട്ട് ഇസ്രയേലിനെ ദൈവം പുറപ്പെടുവിച്ചു. പക്ഷേ ആ പുറപ്പെട്ടതിന്റെ 50 ദിവസം കഴിഞ്ഞപ്പോ അവരെവിടെത്തി? അവര് സീനായി മരുഭൂമിയിലെത്തി. സീനായി മരുഭൂമിയിലെത്തിയപ്പോ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ കയറി വന്ന് എന്നോടുകൂടെ പർവ്വതത്തിലിരിക്ക്, ജനത്തിന് വേണ്ടിയുള്ളതായ നിയമം ഞാൻ നൽകാൻ പോകുകയാണ്. പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവജനത്തിന് ഒരു മഹാപുരോഹിതൻ വേണമെന്നും ആ പുരോഹിത വർഗത്തെ മുഴുവനും പുരോഹിത ശുശ്രൂഷ പഠിപ്പിക്കേണ്ടതിന് പൗരോഹിത്യം എന്താണെന്നും അതുപോലെ പൗരോഹിത്യ ശുശ്രൂഷ എന്താണെന്നും ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണമെന്നും തന്റെ ശുശ്രൂഷ ഏതു വിധമായിരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെ യഹോവയായ ദൈവം സ്വന്തം വാക്കുകളാൽ അരുളപ്പാട് കൊടുക്കുകയാണ് മോശയ്ക്ക്. അങ്ങനെ ലേവ്യ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതായി ഇസ്രയേൽ ജനത്തിന്റെ ആ തോറയിൽ ഇസ്രയേൽ ജനത്തിന്റെ പ്രാധാന്യമുള്ളതായ പുസ്തകമായി ലേവ്യ പുസ്തകം മാറ്റപ്പെടുവാനിടയായി. അപ്പോ അതനുസരിച്ച് യഹോവയായ ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് വേണ്ടി എല്ലാവരെയും തിരഞ്ഞെടുത്തു. എങ്കിലും ഈ 12 ഗോത്രത്തിൽ നിന്ന് ഒരു ഗോത്രത്തിലേക്ക് ഈ പൗരോഹിത്യ ശുശ്രൂഷ ഒതുങ്ങിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കണം, എപ്പോഴാണത്? 40 ദിവസം യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ മോശയോടൊപ്പം ഇരുന്നു. എന്നിട്ട് മോശയ്ക്ക് യഹോവയായ ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണം എഴുതി കൊടുത്തു. ആ ന്യായപ്രമാണം കൊണ്ട് താൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം നിയമിച്ചതായ 12 ഗോത്രങ്ങളും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി. മോശയില്ലാതിരുന്നതായ സമയത്ത് ജനം അഹ്റോന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ ഞങ്ങൾക്ക് എന്തു ചെയ്യണം? ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതായ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കൾ അഹരോന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അഹരോൻ ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനിടയായി അവരുടെ കയ്യിൽ നിന്ന് കാതുകിലെ കുണുക്കും ആഭരണങ്ങളും വാങ്ങിച്ച് തീക്കകത്തിട്ടു. തീയിൽ നിന്നൊരു കാളക്കുട്ടി പുറത്തു വന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. കാളക്കുട്ടിയുടെ മുമ്പിൽ തട്ടഹസിക്കുകയാണ്. അവര് അതിന്റെ മുമ്പിൽ ചാടി തിമിർക്കുകയാണ്. അത് ആഘോഷം കേട്ട് പർവ്വതത്തിലായിരുന്നതായ യഹോവയായ ദൈവം പറഞ്ഞു മോശയോട്, നീ വേഗത്തിൽ ഇറങ്ങിച്ചെല്ല്, ഞാൻ അവർക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുള്ളതായ നിയമങ്ങൾ കൊടുക്കുമ്പോ എന്റെ സ്വന്തം ജനമായി തീരേണ്ടതിന് ആചരിക്കേണ്ട നിയമം ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കുമ്പോ ജനം കൽപ്പനകളെ വിട്ടുമാറി, എന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറി അവർ പാപത്തിന്റെ
പിന്നാലെ പോകുകയാണ്. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം മോശയെ പർവ്വതത്തിന്റെ താഴേക്ക് അയക്കുകയാണ്. മോശയെ യഹോവയായ ദൈവം പർവ്വതത്തിലേക്ക് അയക്കുമ്പോ ഇടയ്ക്ക് വെച്ച് കാത്തിരുന്നതായ യോശുവ ഇത് കേട്ടിട്ട് മോശയോട് പറയുകയാണ്, ജനം ഭയങ്കരമായി സന്തോഷിക്കുന്നുണ്ടല്ലോ, ജനം ആർക്കുന്നുണ്ടല്ലോ. മോശ പറഞ്ഞു, ജയിച്ച ജനത്തിന്റെ ആർപ്പ് വിളിയോ തോറ്റ ജനത്തിന്റെ ആർത്തനാദങ്ങളോ അല്ല, അവർ പാടുന്നത് പ്രതിഗാനമാണ്, അർത്ഥമില്ലാതെ അവർ ചൊല്ലുകയാണ്, ജൽപ്പനങ്ങളായി അവർ ഏതാണ്ടൊക്കെ പറയുകയാണെന്ന് പറഞ്ഞ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കാളക്കുട്ടിയുടെ മുമ്പിൽ ആഘോഷിക്കുന്നതായ ജനത്തെ കാണുകയാണ്. മോശ എന്ത് ചെയ്തു? കോപം കൊണ്ടവൻ വിറച്ചു, തന്റെ കയ്യിരുന്നതായ കൽപ്പലകകളെ എറിഞ്ഞുടച്ചു കളഞ്ഞു. എന്നിട്ട് മോശ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. 12 ഗോത്രങ്ങളോട് ഒന്നിച്ചാ വിളിച്ചു പറഞ്ഞത്. ഇന്ന ഗോത്രം മാറി നിൽക്കാനല്ല പറഞ്ഞത്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ലേവി ഗോത്രത്തിലുള്ളതായ ജനം എന്ത് ചെയ്തു? മാറി നിന്ന്, മോശയ്ക്കൊപ്പം മാറി നിന്നു. യഹോവയായ ദൈവത്തിന്റെ ദാസനായ മോശ പറഞ്ഞു, വാളെടുത്ത് അമ്മയെന്നോ അപ്പനെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ സ്നേഹിതരെന്നോ നോക്കാതെ വെട്ടാൻ പറഞ്ഞു. അവർ വാളെടുത്ത് വെട്ടുവാനിടയായി. ലേവി ഗോത്രം യഹോവയുടെ പക്ഷത്തേക്ക് വേർതിരിഞ്ഞു. ആ 11 ഗോത്രത്തിലുള്ള 3000, ഏതാണ്ട് 3000-ഓളം പേര് അന്ന് നിഗ്രഹിക്കപ്പെടുവാനിടയായി. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന മോശയുടെ കൽപ്പന പ്രകാരം ലേവി ഗോത്രം മാത്രം മാറിയത് കൊണ്ട് 12 ഗോത്രങ്ങൾക്കും കൊടുത്തിരുന്നതായ 12 ഗോത്രങ്ങളും ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടു. എങ്കിലും ആ പൗരോഹിത്യ ശുശ്രൂഷ ലേവി എന്ന ഒരൊറ്റ ഗോത്രത്തിൽ ഒതുങ്ങുവാനിടയായി. അങ്ങനെയെങ്കിൽ പുരോഹിത ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിയുന്നവൻ എന്നാണ് ആ വാക്കിന് കൊടുക്കേണ്ടതായ ആശയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവളാണ് എന്ന് ഹൃദയത്തിൽ ധൈര്യമുണ്ടെങ്കിൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അത് ഇന്നാരെ ചെയ്യാവൂ എന്നില്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ശുശ്രൂഷ നമ്മൾക്ക് ചെയ്യാം. പുതിയ നിയമത്തിൽ അതിനു വേണ്ടിയാണ് നമ്മെ വേർതിരിച്ചത്. നോക്കൂ, ആ 12 ഗോത്രങ്ങൾക്ക് കൊടുത്തതായ പൗരോഹിത്യ ശുശ്രൂഷ 11 ഗോത്രവും നഷ്ടപ്പെടുത്തിയിട്ട് ലേവി ഗോത്രത്തിൽ മാത്രം ഒതുങ്ങുവാനിടയായി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ആ ലേവി ഗോത്രത്തിൽ മോശയായിരുന്നു ഒന്നാമത്തെ പുരോഹിതൻ. മോശ എന്ത് ചെയ്തു? അഹരോനെ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തിട്ട് തന്റെ സഹോദരനായ അഹരോനെ അഭിഷേകം ചെയ്ത് ആദ്യത്തെ ഇസ്രയേലിന്റെ മഹാപുരോഹിതൻ എന്നുള്ളതായ നിലയിൽ ആരായിത്തീർന്നു? അഹരോൻ മഹാപുരോഹിതനായി തീർന്നു. അപ്പോ ലേവി ഗോത്രത്തിന് ലഭിച്ചതായ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യ ക്രമമായി അത് മാറി. എന്താ? അപ്പോ ഉൽപ്പത്തി പുസ്തകം മുതൽ സീനായി മല വരെയുള്ളതായ ഒരു ക്രമമുണ്ടായിരുന്നു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക്. അത് മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യമായിരുന്നു. എന്നാൽ ആ പൗരോഹിത്യത്തിന് ലേവി ഗോത്രത്തെ മൊത്തമായി വേർതിരിച്ചതോടുകൂടെ, അല്ലെങ്കിൽ അഹരോനെ മഹാപുരോഹിതനായി അഭിഷേകം ചെയ്തതോടുകൂടെ അവിടെ തൽക്കാലം എന്ത് ചെയ്തു? മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യത്തിന് ബ്രേക്ക് വന്നു. അടുത്ത പൗരോഹിത്യം തുടങ്ങുന്നത് അഹരോനിൽ നിന്നാണ്. അഹരോന്റെ ക്രമപ്രകാരമുള്ള ലേവി ഗോത്രത്തിന്റെ പൗരോഹിത്യം ആരംഭിക്കുവാനിടയായി. തുടർന്ന് 1500 വർഷങ്ങൾ ആ ലേവി പൗരോഹിത്യത്തിന്റെ കീഴിലായിരുന്നു ദൈവത്തിന്റെ ആരാധനയുടെ ചട്ടങ്ങൾ മുഴുവനും. സീനായി മലയിൽ നിന്ന് ആരംഭിച്ചതായ
ലേവി പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ അഹരോന്യ പൗരോഹിത്യ ക്രമം എത്ര വർഷം നീണ്ടു നിന്നു? അടുത്ത 1500 വർഷം നീണ്ടു നിന്നു. ആ പൗരോഹിത്യത്തിന് ജനത്തെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞപ്പോ ആ പൗരോഹിത്യം നിവർത്തീകരിക്കപ്പെട്ട്, ന്യായപ്രമാണം നിവർത്തീകരിക്കപ്പെട്ട് ആ ലോകത്തെ മുഴുവനും രക്ഷയിലേക്ക് ആനയിക്കേണ്ടതിന് വേണ്ടി തിരുവെഴുത്തിന്റെ നിവർത്തീകരണം എന്ന വണ്ണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ ശുശ്രൂഷയുടെ 3.5 വർഷത്തെ ആ ശുശ്രൂഷ തികച്ച് തന്റെ 33.5 തിരുവയസ്സിൽ താൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണം എന്ന വണ്ണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ പോകുന്നതിന് മുമ്പ് ഭൂമിയിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായ ലേവി പൗരോഹിത്യത്തിന് അവസാനം കുറിക്കുവാനിടയായി. എപ്പോഴാ അവസാനം കുറിച്ചത്? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കയ്യഫാവിന്റെ മുമ്പിൽ വിചാരണയ്ക്കായി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ കോടതിയായ കയ്യഫാവിന്റെ മുമ്പിൽ യേശുവിനെ വിചാരണയ്ക്കായി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വിചാരണയ്ക്കായി കൊണ്ട് നിർത്തിയിരിക്കുമ്പോ കയ്യഫാവ്, അന്നത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി. യേശു ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ഒടുവിൽ കയ്യഫാവ് യേശുവിനോട് ചോദിച്ചു, നീ വാസ്തവമായി ദൈവത്തിന്റെ പുത്രനായ മശിഹയാണോ? നീ വാസ്തവമായി ദൈവത്തിന്റെ പുത്രനോ എന്ന് ചോദിച്ചപ്പോ നീ അതെ ഞാൻ തന്നെ എന്ന് പറയുവാനായിട്ടിടയായി. അത് കേട്ട് കഴിഞ്ഞപ്പോ കയ്യഫാവ് പറയുകയാണ്, ഇനിയും നമുക്ക് സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? ഇവൻ തന്നെ ദൈവദൂഷണം പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് തന്റെ വസ്ത്രം താൻ കീറുവാനിടയായി. 1500 വർഷത്തിനു മുമ്പ് സീനായി പർവ്വതത്തിൽ വെച്ച് കൊടുത്തതായ മഹാപുരോഹിത പ്രമാണം, ഒരു മഹാപുരോഹിതന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ അവന്റെ മരണത്തോടെ അത് അവസാനിക്കും. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? അവന്റെ തലമുടി പിച്ചിപ്പറിക്കുകയോ അവന്റെ വസ്ത്രം കീറുകയോ ചെയ്താൽ പുരോഹിത ശുശ്രൂഷ അവിടെ അവസാനിക്കുവാനിടയാകും. ന്യായപ്രമാണം കൊടുക്കുമ്പോ യഹോവയായ ദൈവം കൊടുത്തതായ പ്രമാണമാണ്. പുരോഹിതൻ എന്ത് ചെയ്യരുത്? അവൻ ദുഃഖം ബാഹ്യമായി പ്രകടിപ്പിക്കരുത്. ഒരു ദുഃഖഭവനത്തിൽ അവന്റെ അമ്മയോ അപ്പനോ സഹോദരനോ സഹോദരിയോ ആര് മരിച്ചെന്നിരിക്കട്ടെ, ദുഃഖം പ്രകടിപ്പിക്കുന്ന യാതൊരു പ്രകടനങ്ങളും അവൻ ചെയ്യാൻ പാടില്ല. അവന്റെ താടി വലിച്ചു പറിക്കാൻ പാടില്ല, തലമുടി വലിച്ചു പറിക്കാൻ പാടില്ല, ദുഃഖാർത്ഥനായി നിലവിളിക്കുവാനായിട്ട് പാടില്ല. വസ്ത്രം, അവന്റെ പൗരോഹിത്യ വസ്ത്രം കീറുവാൻ, ദുഃഖിതനായി ആ വസ്ത്രം കീറുവാൻ പാടില്ല എന്നൊക്കെ ഉള്ളതായ ചട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യഫാവ് താൻ അറിയാതെ തന്റെ വസ്ത്രം വലിച്ചു കീറുവാനിടയായി എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. ലേവിയ പൗരോഹിത്യം കയ്യഫാവോടുകൂടി അവിടെ അവസാനിപ്പാനിടയായി. എന്തുകൊണ്ടാണ് ലേവിയ പൗരോഹിത്യം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഒരേ സമയത്ത് 2 പൗരോഹിത്യം പാടില്ല. അവിടെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോ കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായി താൻ അധികാരമേൽക്കുവാൻ പോകുകയാണ്. ആ മഹാപുരോഹിതനായി അധികാരമേൽക്കുവാൻ പോകുമ്പോ ഇവിടെ നേരത്തെ ഉള്ളതായ പൗരോഹിത്യം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ 2 പൗരോഹിത്യവും എന്ത് ചെയ്യും? പാരലായി കടന്നു പോകും. അത് ദൈവത്തിന്റെ പ്രമാണമല്ലാത്തത് കൊണ്ട് അതുവരെയുള്ളതായ ലേവി പൗരോഹിത്യം അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് കയ്യഫാവ് താൻ അറിയാതെയാണെങ്കിൽ പോലും സ്വർഗത്തിന്റെ ഇഷ്ടപ്രകാരം ആ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവി പൗരോഹിത്യം അവിടെ അവസാനിപ്പിക്കുവാനിടയായി. അന്ന്
കർത്താവായ യേശു ക്രിസ്തു പ്രൈസ് ദി ലോർഡ് നമ്മുടെ മഹാപുരോഹിതനായി സ്ഥാനമേൽക്കുവാനിടയായി. ആ മഹാപുരോഹിതൻ ഏത് രീതിയിലാണ് സ്ഥാനമേറ്റത്? എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിച്ച സൃഷ്ടിപ്പിന്റെ ആദിയിൽ ആരംഭിച്ചതായ അതേ പൗരോഹിത്യം, മെൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. അഹരോന്റെ പൗരോഹിത്യം വന്നപ്പോ തൽക്കാലം അത് അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ട് പുതിയ പൗരോഹിത്യം തന്റെ വീണ്ടെടുത്തതായ ജനത്തിന് കൊടുക്കേണ്ടതിന് വേണ്ടി ആ പൗരോഹിത്യ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം ലേവി പൗരോഹിത്യത്തിന് വഴിമാറിക്കൊടുത്തപ്പോ ആ ലേവി പൗരോഹിത്യം പരാജയമാണെന്ന് തെളിഞ്ഞത് കൊണ്ട് ലേവി പൗരോഹിത്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു? ആ മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളതായ പൗരോഹിത്യം സ്ഥാനമേൽക്കുവാനിടയായി നമ്മുടെ മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിപ്പാൻ കഴിയുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? അവൻ പവിത്രനാണ്, അവൻ ശ്രേഷ്ഠനാണ് എന്നുള്ളതായ നിലയിൽ നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇന്നും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുകയാണ്. എന്താണ് പൗരോഹിത്യ ശുശ്രൂഷ? പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുക എന്നുള്ളതാണ്. നാം കർത്താവിന്റെ സന്നിധാനത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് കർത്താവ് പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോ പ്രത്യേകം പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥനും ഒരുവൻ, അത് നമുക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ എന്ന് അവിടെ തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ടുപോകേണ്ടത്? പൗരോഹിത്യ ശുശ്രൂഷ എന്താണ്? അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? പുരോഹിതന്റെ ഉത്തരവാദിത്വം എന്താണ്? പുരോഹിതന്റെ പദവി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നാം പഴയ നിയമത്തിലേക്ക് പോയെങ്കിലേ കഴിയുകയുള്ളൂ. അത് സമാഗമന കൂടാരം പഠിക്കുമ്പോ ഈ പുരോഹിതനെ കുറിച്ചുള്ളതായ കാര്യവും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് ഏത്? പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായം. അതുകൊണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 28-ാം അധ്യായത്തിൽ നമുക്ക് അഹരോനെയും പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നതായ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. അത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. പുരോഹിത വസ്ത്രങ്ങൾ ഏഫോദ്, മാർപ്പതക്കം, അങ്കി, നെറ്റിപ്പട്ടം, ഉള്ളങ്കി എന്നിവ ഉണ്ടാക്കേണ്ട വിധം. മേക്കിംഗ് ഓഫ് ദി പ്രീസ്റ്റ്ലി ഗാർമെന്റ്സ്, ഏഫോദ്, ബ്രസ്റ്റ്പ്ലേറ്റ്, റോബ്, ട്യൂണിക്, ടർബൻ ആൻഡ് ഷാഷ്. ഈ കാര്യങ്ങളാണ് മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടതായ പുരോഹിതൻ അഥവാ മഹാപുരോഹിതൻ ധരിക്കേണ്ടത്. അത് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്, ആത്മീയ അർത്ഥമുണ്ട്. ഇത് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നതായ കാര്യമാണ്. അത് തന്നെ ശുശ്രൂഷകരായിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തിലും ഇതുണ്ടായിരിക്കണം. പാസ്റ്റർമാർക്ക് മാത്രമല്ല, സെൻട്രൽ പാസ്റ്റർക്ക് മാത്രമല്ല, പ്രസിഡന്റിനും ഖജാൻജിക്കും മാത്രമല്ല. പ്രൈസ്, ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസി എന്നുള്ളതായ ലേബൽ നമുക്കില്ല. രാജകീയ പുരോഹിത വർഗം എന്നുള്ളതായ ആ കോമൺ സ്റ്റാറ്റസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നോർക്കണമേ. 3 മുതലുള്ളതായ വാക്യങ്ങൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടതായ ആളിന്റെ പ്രത്യേകത നമുക്ക്
പുറപ്പാട് പുസ്തകത്തിന്റെ 28-ാം അധ്യായം 3 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ അതൊന്ന് വായിച്ചു പോകാം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോട് നീ പറയണം. And thou shalt speak unto all that are wise hearted, whom I have filled with the spirit of wisdom, that they may make Aaron's garments to consecrate him, and he may minister unto me in the priest's office. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണുവാനായിട്ട് കഴിയും മഹാപുരോഹിതന്റെ വേഷവിധാനങ്ങളുടെ പ്രത്യേകത. അത് നമുക്ക് ഓരോന്നായിട്ട് വിവരിച്ച് പോകണമെന്നാണ് എൻ്റെ താല്പര്യം. നമുക്ക് വേദപുസ്തകം വായിച്ചത് വിശദീകരിക്കാം. 4-ാമത്തെ വാക്യം, അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. പുരോഹിതനാണെന്ന് വിചാരിച്ച് എങ്ങനെയും വസ്ത്രം ധരിക്കാൻ പ്രമാണമില്ല. നമുക്ക് പുതിയ നിയമ വിശ്വാസിക്കും എങ്ങനെയും വസ്ത്രം ധരിക്കുവാൻ പ്രമാണമില്ലെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുള്ളൂ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ദൈവത്തിന് പ്രസാദകരമായി നാം ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ, കൂടെ ജോലി ചെയ്യുന്നവരുടെ, കൂടെ താമസിക്കുന്നവരുടെ, അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്നവരുടെ അലങ്കാരമനുസരിച്ച്, അവരുടെ ചട്ടമനുസരിച്ച് ധരിക്കേണ്ടതല്ല ഒരു ദൈവ പൈതലിന്റെ വസ്ത്രധാരണം. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And these are the garments which they shall make: a breastplate, and an ephod, and a robe, and a broidered coat, a mitre, and a girdle. And they shall make holy garments for Aaron thy brother and his sons, that he may minister unto me in the priest's office. പുരോഹിതൻ, മഹാപുരോഹിതനും അഹരോന്റെ പുത്രന്മാര് അവരും പുരോഹിതന്മാരാണ്. അവർക്ക് ധരിക്കേണ്ടതായ വസ്ത്രത്തിന്റെ പ്രത്യേകത 28-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. And they shall take gold and blue and purple and scarlet and fine linen. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. ഇതൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷയോടുള്ളതായ ബന്ധത്തിൽ പ്രധാനപ്പെട്ട പദങ്ങളാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. എന്താണ് ഏഫോദ് എന്ന് പറഞ്ഞാൽ? ഏഫോദ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നീളമുള്ള ഗൗൺ. അത് ആ തല കടത്താൻ വേണ്ടി നടുക്ക് ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. ആ തലയിൽ കൂടെ അതിട്ട് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന്റെ പാദം വരെ, ഏതാണ്ട് പാദം വരെ മറഞ്ഞു കിടക്കത്തക്ക രീതിയിലുള്ളതായ നീണ്ട ഒരു ഗൗണാണ് ഈ ഏഫോദ് എന്ന് പറയുന്നത്. ആ ഏഫോദ് എങ്ങനെയാ ഉണ്ടാക്കേണ്ടത്? പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിനകത്ത് എന്തുണ്ടാകണം? വിത്ത് കണ്ണിങ് വർക്ക്സ് എന്നാ കൊടുത്തേക്കുന്നത്. വളരെ കലാപരമായിട്ട് വേണം, വലിയ ആകർഷക വസ്തുവായിട്ട് വേണം, ചിത്രത്തയ്യലുള്ളതായിട്ടുള്ളതായ വസ്ത്രമാണ് ഉണ്ടാക്കേണ്ടത്. അതിന്റെ രണ്ടറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. 2 ചുമൽക്കണ്ടം എന്ന് പറയുമ്പോ ഈ കാണുന്ന തോളിനോട് ചേർന്ന് 2 പീസ് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. അതിന്റെ അറ്റത്തോട് ചേർന്ന് 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. It shall have 2
shoulder pieces thereof joined at the two edges therefore, and so it shall be joined together. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന്, നീലനീൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം. അതുകൂടാതെ 2 ഗോമേദക കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അതായത് 12 ഗോത്രങ്ങളുടെ പേര് കൊത്തണം 2 ഗോമേദക കല്ലെടുത്തിട്ട്. And thou shalt take 2 onyx stones and grave on them the names of the children of Israel. 2 ഒണീക്സിന്റെ സ്റ്റോൺ ഗോമേദക കല്ലെടുത്തിട്ട് അതിനകത്ത് രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ളതായ 12 ഗോത്രങ്ങളുടെ പേര് എൻഗ്രേവ് ചെയ്യണം, കൊത്തി ഉണ്ടാക്കണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. 6 of their names on one stone and the other 6 names of the rest on the other stone according to their birth. ഈ നിങ്ങൾ കാണാൻ കഴിയും, ഈ നെഞ്ചത്ത് തറച്ചിരിക്കുന്നതായ 12 പീസ് ഓഫ് ഒണീക്സ് സ്റ്റോൺ ആണിത്. 1, 2, 3, 4, 5, 6 3 വീതമുള്ളതായ 4 റോ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ളതായ 12 ഗോത്രങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ മാർപ്പതക്കം അല്ലെങ്കിൽ ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് പ്ലേറ്റ് ഏഫോദിനോട് ചേർന്ന് തുന്നി പിടിപ്പിച്ചിരിക്കും. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിലായിരിക്കണം. രത്ന ശില്പിയുടെ പണിയായി മുദ്രക്കൊത്ത് പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. പൊന്നുകൊണ്ടുള്ളതായ ഒരു ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു തടത്തിൽ ഈ കല്ല് പതിക്കണം. അപ്പോ ഈ പേരെഴുതിയതായ കല്ലുകൾ അതുപോലെയല്ല. പേരെഴുതിയതായ കല്ലുകൾ ഒരു സ്വർണം കൊണ്ടുള്ളതായ ഒരു ഷീറ്റിൽ അത് പതിച്ചു വെച്ചിട്ട് ആ ഷീറ്റ് ഈ കാണുന്ന ഏഫോദിനോട് ചേർത്ത് തുന്നി വെക്കുകയാണ്. അപ്പോ പുരോഹിതനെ കാണുമ്പോ പെട്ടെന്ന് എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അവന്റെ നെഞ്ചിൽ വഹിച്ചിരിക്കുന്നതായ 12 ഗോത്രങ്ങളാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളുടെ സകല ഉത്തരവാദിത്വം, ധാർമ്മിക ആത്മീക ഉത്തരവാദിത്വം മുഴുവനും പുരോഹിതൻ തന്റെ നെഞ്ചിൽ വഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ കർത്താവ് തന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ പൈതലാണോ? ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഉറക്കേണ്ടതായ ഏറ്റവും ധൈര്യപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത് നാം കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കാമോ അതിന്റെ പ്രാധാന്യത എന്തെന്ന്? പുരോഹിതൻ ആരാണ്? ദൈവജനത്തെ ദൈവത്തോട് നിരപ്പിക്കേണ്ടവനാണ്. അപ്പോ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോ ഈ 30-35 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ആയിക്കൊള്ളട്ടെ, ഈ ജനത്തെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന 12 ഗോത്ര പിതാക്കന്മാരുടെ പേരുകൾ തന്റെ ആ നെഞ്ചത്ത് കാണുന്നു എന്ന് പറയുമ്പോ ആ ഗോത്രങ്ങളിലുള്ളതായ എല്ലാവരെയും താൻ വഹിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്കുള്ളതായ ഭാഗ്യ പദവി എന്ന് പറയുന്നത് നാം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് നാം തീരുമാനമെടുത്തവരാണെങ്കിൽ നാം കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കുകയാണ്. കർത്താവിന്റെ മാറത്തു നിന്ന് പറിച്ചു കളയുവാൻ ആർക്ക് കഴിയും? ഒരു കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് വെച്ചിരിക്കുമ്പോ ശ്രദ്ധിക്കണമേ, ആ മാതാവിന് എന്തെങ്കിലും അപകടം വന്നിരിക്കട്ടെ, അവൾ അല്പം കൂടെ ബലം കൊടുത്ത് ഈ പൈതലിനെ തന്റെ മാറോട് ചേർത്ത് വെക്കും.
അവൾക്ക് എന്തെങ്കിലും അപകടം വന്നാലും എൻ്റെ കുഞ്ഞിന് അപകടം വരരുത് എന്നുള്ളതായ നിലയിലായിരിക്കും ആ കുഞ്ഞിനെ സംരക്ഷിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ പരിരക്ഷിക്കുന്നത് ഏതളവിലാണ് എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ എത്ര വലുത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കല്ല് രണ്ടും ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവയുടെ പേർ ഓർമ്മയ്ക്കായി അവയുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ രണ്ട് ചുമലിലും വരിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരട് പോലെ മുറിച്ചുകുത്ത് പണിയായി രണ്ട് സരപ്പളിയും ഉണ്ടാക്കണം. സരപ്പളി എന്ന് പറയുമ്പോൾ ഇത് വലിച്ചു കെട്ടാനുള്ളതായ നാടയാണ്. ആൻഡ് 2 chains of pure gold at the ends of wreathen work thou shalt make and fasten the wreathen chains to the ouches. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ടുണ്ടാക്കണം. അത് ഏഫോദിന്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഇവ ഉണ്ടാക്കണം. ആൻഡ് thou shalt make the breastplate of judgment with cunning work. After the work of the ephod thou shalt make it of gold, of blue, and of purple, and of scarlet, and of fine twinned linen shalt thou make it. അത് സമചതുരവും ഇരട്ടയും 1 ജാൻ നീളമുള്ളതും 1 ജാൻ വീതിയുള്ളതുമായിരിക്കണം. ബ്രസ്റ്റ്പ്ലേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രയേൽ മക്കളുടെ പേരോടുകൂടെ അവയുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി ഉണ്ടാക്കിയിരിക്കണം. മുദ്രക്കൊത്ത് എന്ന് പറയുമ്പോൾ എൻഗ്രേവ് ചെയ്യണമെന്ന് ചുരുക്കം. And the stones shall be with the names of the children of Israel, 12 according to their names, like the engravings of a signet, everyone with his name shall they be according to the 12 tribes. പതക്കത്തിന് ചരട് പോലെ മുറിച്ചുകുത്ത് പണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. ഇത് ഈ ബ്രസ്റ്റ്പ്ലേറ്റ് വലിച്ചു കെട്ടുവാനുള്ളതായ സരപ്പളി അഥവാ ആ ഒരു ത്രെഡ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വെക്കണം. പൊന്നുകൊണ്ട് മുറിച്ചുകുത്ത് പണിയായ സരപ്പളി 2ഉം പതക്കത്തിന്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി 2ലും കൊളുത്തേണം. മുറിച്ചുകുത്ത് പണിയായ 2 സരപ്പളിയുടെ 2 അറ്റം 2ഉം 2 തടത്തിൽ കൊളുത്തി ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിന്റെ മുൻഭാഗത്ത് വെക്ക്. ഇതെല്ലാം അത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചിരിക്കുകയാ. അത് ഇഷ്ടം പോലെ കെട്ടിവെക്കാനായിട്ട് പറ്റത്തില്ല, എങ്ങനെങ്കിലും പതിപ്പിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. അത് കൊടുത്തിരിക്കുന്നതായ നിയമം പോലെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 27-ാമത്തെ വാക്യം, പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിന്റെ ഇണപ്പിനരികെ ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായി വെക്കണം. പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിന്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിന്റെ വട്ടക്കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്റെ മേൽ വഹിക്കണം. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പുരോഹിതൻ കടന്നു ചെല്ലുമ്പോ പുരോഹിതൻ മാത്രമല്ല കടന്നു ചെല്ലുന്നത്, പിന്നെയോ ഇസ്രയേൽ ജനത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പുരോഹിതൻ അവരെ മുഴുവനും വഹിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. ശ്രദ്ധിക്കണമേ, ആണ്ടിലൊരിക്കൽ പാപയാഗത്തിന് അറുക്കപ്പെട്ടതായ മൃഗത്തിന്റെ രക്തവുമായി
ഈ പുരോഹിതൻ ആലയത്തിൽ കൂടെ കടന്ന് തിരശീല മാറ്റി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ നമ്മൾ വിചാരിക്കുന്നത് മഹാപുരോഹിതൻ മാത്രമേ കൺസിഡർ ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മഹാപുരോഹിതൻ ചെല്ലുമ്പോ ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്ന ഈ 12 ഗോത്രങ്ങളെയുമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ശുശ്രൂഷകൻ എന്നുള്ളതായ നിലയിൽ നമുക്ക് ദൈവസഭയെ കുറിച്ചുള്ളതായ ഉത്തരവാദിത്വം എത്ര വലുതാണ്, അല്ലെങ്കിൽ ലോക ജനത്തെ കുറിച്ചുള്ളതായ ഉത്തരവാദിത്വം ഒരു ദൈവ പൈതൽ എന്നുള്ളതായ നിലയിൽ എത്ര വലുതാണ് എന്ന് നാം ചിന്തിക്കണം. 2, ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്മാർ എത്രത്തോളം കനത്തമുള്ളവരായിരിക്കണമെന്നും ദൈവമുമ്പാകെ അവരെത്രത്തോളം ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകൻ എന്തല്ല, അത് വ്യക്തിപരമല്ല എന്ന് ചുരുക്കം. ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം, പ്രൈസ് ദി ലോർഡ്, അത് വളരെ വലുതാണ്. ജനം അത് മറിച്ച് ചിന്തിക്കുകയും അരുത്. 30-ാമത്തെ വാക്യം, ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കിൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തന്റെ ഹൃദയത്തിന്റെ മേൽ വഹിക്കണം. ഈ നെഞ്ചത്ത് കാണുന്നതായ മാർപതക്കത്തിന്റെ അകത്തായിട്ട് ഊറീമും തുമ്മീമും, വെളിപ്പാടും സത്യവും, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വെളിപ്പാടും സത്യവും എന്ന ഊറീമും തുമ്മീമും വെക്കേണ്ടതിന് ഒരറ ഇതിനകത്തായിട്ട് കാണും. ഈ അറയ്ക്കകത്താണ് ഊറീമും തുമ്മീമും വെക്കുന്നത്. അപ്പോ ബാഹ്യമായി നോക്കിയാൽ ഇസ്രായേൽ ജനത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്നതുപോലെ ആന്തരികമായി നോക്കിയാൽ, അല്ലെങ്കിൽ അകത്തേക്ക് ഒന്ന് നോക്കിയാൽ, ദൈവത്തിങ്കൽ നിന്ന് ജനത്തിന് കൊടുക്കേണ്ട വെളിപ്പാടും സത്യവും അവൻ ഏൽപ്പിക്കപ്പെട്ടവനാണ്. എന്തും എങ്ങനെയും എവിടെ വെച്ചും പറയുവാനായിട്ട് മഹാപുരോഹിതന് കഴിയത്തില്ല. മഹാപുരോഹിതൻ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചു മാത്രമേ ദൈവജനത്തിന് കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്ന വെളിപ്പാടും സത്യവും, and Aaron shall bear the names of the children of Israel in the breastplate of judgment upon his head when he goeth in unto his place for a memorial before Lord continually. അപ്പം അത് 30-ാമത്തെ വാക്യം, and thou shalt put in the breastplate of judgment the Urim and the Thummim, and they shall be upon Aaron's heart when he go in before the Lord, and Aaron shall bear the judgment of the children of Israel upon his heart before the Lord continually. ഇത് ദൈവജനത്തിന്റെ ന്യായവിധിയും കൂടെ വഹിക്കുന്നവനാണ് പുരോഹിതൻ. പുരോഹിതന്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന്, അല്ലെങ്കിൽ പുരോഹിതൻ എത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണ് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന, ദൈവം നൽകിയിരിക്കുന്നതായ ആ സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ നടുവിൽ തലകടപ്പാൻ ഒരു ദ്വാരം വേണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഏഫോദിന്റെ നടുവിൽ ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം കൊണ്ട് അതിനുണ്ടായിരിക്കണം വട്ടക്കഴുത്ത്. ഇതുപോലെ വട്ടക്കഴുത്തുള്ളതായ ഒരു ഗൗണാണ്. ആ ഗൗണ് ആ വട്ടക്കഴുത്ത് കീറിപ്പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ അറ്റം എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 33-ാമത്തെ വാക്യം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അതിന്റെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അതെവിടെയാണ്? അത് ആ ഏഫോദിന്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും.
ഈ നീല നിറത്തിലുള്ളതായ ഈ ഏഫോദിന്റെ അടിഭാഗത്ത് മാതളപ്പഴവും അതുപോലെ ഒരു മണിയും ഇടവിട്ടിടവിട്ട് ഇതിന്റെ ചുറ്റും ഘടിപ്പിച്ചിരിക്കും. മാതളപ്പഴം, മണി, അത് കഴിഞ്ഞ് വീണ്ടും മാതളപ്പഴം, മണി, വീണ്ടും മാതളപ്പഴം, മണി, അങ്ങനെ മാറി മാറി ഓരോ അത് ഘടിപ്പിച്ചിരിക്കും. ആൻഡ് ബിനീത്ത് upon them of it thou shalt make pomegranates of blue and of purple and of scarlet round about the hem thereof, and bells of gold between them round about. ഇതിന്റെ മൊത്തത്തിൽ ചുറ്റും സ്വർണം കൊണ്ടുള്ളതായ ഒരു മണിയും മാതളപ്പഴവും ഇടവിട്ടിടവിട്ട് ഉണ്ടായിരിക്കണം. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, താൻ നടന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോ എപ്പോഴും ഈ ഗൗണിന്റെ അടിഭാഗത്തുള്ളതായ മാതളപ്പഴവും മണിയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. ശബ്ദമുഖരിതമായ, നേരിയതെങ്കിലും ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് പുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകനാണെങ്കിൽ പോലും ദൈവസന്നിധാനത്തിൽ കൊടുക്കേണ്ടതായ ആരാധനയുടെ ശ്രേഷ്ഠതയാണ് ഒന്നാമത്തെ വിഷയം. 2, മാതളപ്പഴം എന്തിനാ കുറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ആത്മാവിന്റെ ഫലത്തെ കുറിക്കുകയാണ്. ആത്മാവിന്റെ ഫലം അത് പുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ അതിങ്ങനെ കെട്ടിയിരിക്കും. അത് അന്ന് അക്ഷരീകമാണെങ്കിൽ, ഇന്ന് നമുക്ക് അക്ഷരീകമല്ല. ദൈവസന്നിധിയിലേക്ക് വരുമ്പോ ആത്മാവിന്റെ ഫലം നമ്മുടെ നീതി പ്രവർത്തികളോട് നമ്മുടെ വസ്ത്രം ഏതാണ്? നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇടുന്നതായ വസ്ത്രത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. അതിന് യോഗ്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം നമ്മുടെ നീതി പ്രവർത്തികളാണ്. വിശുദ്ധന്മാരുടെ വസ്ത്രം എന്ന് പറയുന്നത് നീതി പ്രവർത്തികളാണ് എന്നോർക്കണം. അപ്പൊ നീതി പ്രവർത്തികൾ കൂടാതെ ദൈവസന്നിധിയിൽ വരുവാനായിട്ട് കഴിയത്തില്ല. കർത്താവ് നമുക്ക് നിയോഗം തന്നിരിക്കുന്നതായ വസ്ത്രം ധരിക്കാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കില്ല. എന്താണ് നമ്മുടെ വസ്ത്രം? നീതി പ്രവർത്തികളാണ്. നീതി പ്രവർത്തികളാൽ അല്ല നാം രക്ഷിക്കപ്പെട്ടതെങ്കിലും രക്ഷിക്കപ്പെട്ടവർ നീതി ഫലങ്ങളാൽ നിറഞ്ഞിരിക്കണമെന്നാണ് നമുക്ക് പൗലോസ് തരുന്നതായ വാണി. എങ്ങനെ നിറഞ്ഞിരിക്കണം? നാം നീതി ഫലങ്ങളാൽ നിറഞ്ഞിരിക്കണം. അപ്പോ ഈ നീതി ഫലങ്ങളും ആ മണികളും കൂടെ കൂട്ടിച്ചേർന്ന് എപ്പോഴും ആരാധനയുടെ ആ മധുരകരമായ ഇമ്പമായ നേരിയ ശബ്ദം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ ഇതാണ് പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അടിച്ചു പൊളിച്ച് നമ്മൾ പറയുന്നത് പോലെ അടിച്ചു പൊളിക്കുന്ന ആരാധനയല്ല, പിന്നെയോ ശാന്തമായ അന്തരീക്ഷത്തിൽ നാം ദൈവത്തിന്റെ മുമ്പാകെ ചെയ്യുന്നതായ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ആത്മാവിന്റെ ഫലങ്ങളോട് ചേർന്ന് ആ ദൈവത്തിന് കൊടുക്കുന്നതായ ആരാധനയുടെ ആ ഒരു മനോഹാരിത, അതാണ് പുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നോക്കിയാൽ കാണുന്നത്. പുരോഹിതൻ നടക്കുമ്പോ, ശുശ്രൂഷ ചെയ്തുകൊണ്ട് താൻ ദേവാലയത്തിൽ കൂടെ പോകുമ്പോ ഈ ശബ്ദം ജനം കേൾക്കുവാനിടയാകും. ജനം കേൾക്കുമ്പോൾ മനസ്സിലാകും പുരോഹിതൻ ശുശ്രൂഷിക്കുകയാണ്, തങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും നമുക്കറിയാം, സമയം കഴിഞ്ഞല്ലോ. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പുരോഹിതൻ ആണ്ടിലൊരിക്കൽ താന് എങ്ങോട്ട് കടന്നു ചെല്ലും? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. മഹാപുരോഹിതൻ മാത്രമേ കടന്നു ചെല്ലത്തുള്ളൂ. വേറെ ആർക്കും ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാനുള്ളതായ അനുവാദമില്ല. അപ്പോ തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും യാഗം കഴിച്ച് ആ യാഗ മൃഗത്തിന്റെ രക്തവുമായിട്ടാണ് കടന്നു പോകുന്നത്. താൻ വിറച്ചാണ് ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഭയത്തോടു കൂടിയാണ് കടക്കുന്നത്. കാരണം തന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ, ദൈവം കോപിക്കുന്നതായ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ,
ദൈവ പ്രമാണത്തിന് നിരക്കാത്തതായ ഏതെങ്കിലും കാര്യം അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ വീണ് അവിടെ ചാകുവാനിടയാകും. അങ്ങനെ അവൻ അവിടെ വീണ് മരിച്ചു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി എടുക്കുവാൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും കടന്നു വരാൻ കഴിയത്തില്ല. പുരോഹിതൻ ഉണ്ടായിരുന്നു, പുരോഹിതൻ മരിച്ചുപോയി. ആ മരിച്ച് അതിപരിശുദ്ധ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടക്കുന്നത്. അത് ഡെഡ് ബോഡി ആർക്കും വന്നെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഈ പുരോഹിതൻ കടക്കുമ്പോ ജനം കാതോർത്ത് നിൽക്കും, നിശബ്ദമായിരിക്കും. ആ കാതോർത്ത് നിൽക്കുമ്പോ താന് അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് നടന്ന് താൻ രക്തം തളിക്കുമ്പോ തന്റെ കാലനങ്ങുമ്പോ ഇത് കൂട്ടിയടിച്ച് ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. വെളിയിൽ കാതോർത്ത് നിൽക്കുന്നതായ ജനം ഈ മണിയടിയുടെ ശബ്ദം തുടർമാനമായി കേൾക്കും. അപ്പോഴവർക്ക് മനസ്സിലാകും പുരോഹിതൻ ജീവനോടെ ഇരിപ്പുണ്ട്, പുരോഹിതൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാ, ജീവനോടെ ഇരിപ്പുണ്ട്. അവൻ ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇറങ്ങി വെളിയിൽ വരുന്നത് വരെ ജനം വളരെ സന്തോഷമുള്ളവരായി വളരെ നിശബ്ദതയോടെ ഭരിതരായി നിൽക്കും. ഏതെങ്കിലും സമയത്ത് പുരോഹിതൻ അകത്തേക്ക് കടന്നിട്ട് ഈ ശബ്ദം കേൾക്കാതെ വന്നാൽ ജനം എന്താ മനസ്സിലാക്കുന്നത്? പുരോഹിതൻ അവിടെ വീണ് മരിച്ചു. പുരോഹിതനെ വെളിയിലേക്ക് എടുക്കുവാൻ അവന്റെ ഈ നടുക്കെട്ടിൽ ഒരു കയറ് കെട്ടിയിരിക്കും. ആ കയറിന്റെ മറ്റേ അറ്റം ആ പ്രാകാരത്തിൽ നിൽക്കുന്നതായ ജനത്തിന്റെ ഇടയിലായിരിക്കും. ഈ മണിയടിയുടെ ശബ്ദം കേൾക്കാതെ വരുമ്പോ അവർക്ക് മനസ്സിലാകും പുരോഹിതൻ ജീവനോടെ ഇല്ല. ആ കയറിന് പിടിച്ച് ഈ ഡെഡ് ബോഡി വലിച്ച് തറയിൽ കൂടെ വലിച്ചെടുക്കേണ്ടതായി വരും. എത്രത്തോളം മാന്യതയുള്ളതായ വസ്ത്രമാണിത്, എത്രത്തോളം മാന്യനാണ്. പക്ഷേ ദൈവസന്നിധാനത്തിൽ അവൻ അയോഗ്യനായി തീർന്നാൽ ഒരു മൃഗത്തിന്റെ പോലും വിലയില്ലാതെ ഡെഡ് ബോഡി വലിച്ചെടുക്കുന്ന ആ വലിയ ഒരു നിന്നയുടെ അനുഭവത്തിലേക്ക് അവൻ കടന്നു പോകും. ഒരു ദൈവ പൈതലിന്റെ ജീവിതം എത്ര പവിത്രമായി സൂക്ഷിക്കണമെന്ന് ഇത് നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ പ്രൈസലോ മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം കണ്ടിരിക്കുന്നതായ നാം കർത്താവിന്റെ സന്നിധാനത്തിൽ എത്ര മാന്യന്മാരായി എത്ര ശ്രേഷ്ഠതയുള്ളവരായി നിൽക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. അതാണ് ഈ മഹാപുരോഹിതന്റെ ഡ്രസ്സ് നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. ഹല്ലേലൂയ. ഉത്തരവാദിത്വത്തിന്റെ ദൈവം തന്നിരിക്കുന്നതായ സ്ഥാനത്തിന്റെ ദൈവം തന്നിരിക്കുന്നതായ മാന്യതയുടെ ആ വലിപ്പം എത്രയെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് മഹാപുരോഹിതന്റെ വേഷവിധാനം നാം ചിന്തിച്ചത്. പ്രൈസലോ. ആ ഉന്നതമായ അനുഭവങ്ങളോടെ നാം ആയിരിക്കട്ടെ. അതെല്ലാം അക്ഷരീകമായി മാഞ്ഞു പോകുന്നതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആത്മീകമാണ്. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അത് പവിത്രമായി സൂക്ഷിക്കുവാൻ, വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, വിലയുള്ളതായി സൂക്ഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.